ഒരു കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് നെവർ മീൻസ് ദാറ്റ് ആ കാര്യം മറക്കണം എന്നല്ല, മറിച്ച് ആ കാര്യം യൂസ് ചെയ്യണം എന്നാണ്. നമ്മൾ അധിക ടൈം വിചാരിക്കുക ഒരു കാര്യം മറന്നാലേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന. പക്ഷെ ആ നടന്ന ബാഡ് ഇൻസിഡന്റ്, ദാറ്റ് ബാഡ് സിറ്റുവേഷൻ, അത് യൂസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോക്കാണ്. അതൊരു വെയിറ്റ് ആണ്. ആ പെയിന് ഒരു വെയിറ്റ് ആണ്. ഈ വെയിറ്റിന്റെ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ജിം എടുക്കുക. ജിമ്മിന്റെ കാര്യം ശരിക്കും ലോജിക്കലി ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്ത് അവിടെ പണിയെടുക്കാൻ പോവാണ്, വെയിറ്റ് എടുക്കാൻ പോവാണ്. പക്ഷെ നിങ്ങൾ പോവും ബിക്കോസ് യു നോ ദാറ്റ് അവിടെ പോയാലേ അവിടുത്തെ വെയിറ്റ് എടുത്താലേ നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആവും. അതേപോലെ ലൈഫ് തരുന്ന മെന്റലി സ്ട്രോങ് ആകാൻ തരുന്ന ഓരോ സാധനങ്ങളാണ് ഈ ഓരോ സിറ്റുവേഷനും ബാഡ് തിങ്സിലും. ഇത് യൂസ് ചെയ്ത് ഗ്രോ ചെയ്യലാണ്. ഇതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ബാഡ് തിങ് നടന്നല്ലോ, നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അവിടുത്തെ എന്തോ കാര്യം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നടന്നിട്ടില്ല, മുമ്പ് നടന്ന എന്തോ കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ എത്തിയിട്ടില്ല പാസ്റ്റിൽ ഇൻസിഡന്റ്. ഇനിയിപ്പോ പ്രസന്റ് തിങ്, ഇപ്പൊ നിങ്ങൾ മുങ്ങിക്കിടക്കാണ്, സോ ഇവിടെ നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആകെ മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. ആൻഡ് മുന്നോട്ടേക്ക് പോകേണ്ട എല്ലാ സൊല്യൂഷനും കാര്യങ്ങളും ഈ പ്രസന്റിൽ തന്നെ കിടക്കുന്നുണ്ട്, ഈ പെയിന് കിടക്കുന്നുണ്ട്. നിങ്ങൾ ഈ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ, അതായത് അത് മറക്കാന്ന് പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യല, അത് ഫൊഗറ്റ് ചെയ്യാൻ നോക്കലാണ്. പക്ഷെ അത് ഫൊഗറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റൂല. അത് അവിടെ വെച്ച് നോക്കിയാൽ മാത്രമേ, കടിച്ചു പിടിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ എന്താണ്, എവിടെയാണ് എനിക്ക് പാളിയത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ സിറ്റുവേഷനിൽ എന്റെ എന്ത് ചെയ്യുന്നതാണ്. അത് നോക്കിയാലേ അത് മനസ്സിലാവും. അത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ട കാര്യം, എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. സോ അത് യൂസ് ചെയ്യലാണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ അത് മറക്കാൻ നോക്കുമ്പോൾ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അത് മറക്കുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാനൊന്നുമില്ല. അവിടെ ഒന്നുമില്ലെങ്കിൽ ആ വെയിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. വെയിറ്റ് എടുത്താൽ മാത്രമേ സ്ട്രോങ് ആവുമെന്ന് പറഞ്ഞ പോലെ അത് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ അതിൽ എന്താണ് നിങ്ങൾ പാളിപ്പോയി, നിങ്ങൾ ഏത് കാര്യമാണ് തെറ്റായിട്ട് ചെയ്തത്, ഏത് കാര്യമാണ് ഓവറായിട്ട് ചെയ്തത്. സോ ആ സാധനം മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇൻസിഡന്റ് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ മെന്റലി സ്ട്രോങ് ആവും, മുന്നോട്ടേക്ക് പോകാനും പറ്റൂ.